السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSSFൻ്റെ കോഴിക്കോട് ജില്ലാ ഘടകം സംഘടിപ്പിക്കുന്ന സർഗലയ ഇസ്ലാമിക കലാസാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സദസ്സും ദീനിൻ്റെയും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെയും ദഅവത്തിൻ്റെ വഴിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ഫലപ്രദമാക്കി തരട്ടെ. ആമീനെന്ന് ദുആ ചെയ്യുന്നു. ഉള്ളിൻ്റെ ആളൽ എന്ന ശീർഷകത്തിൽ ഈ വർഷം സംസ്ഥാന SKSSF പ്രഖ്യാപിച്ചിട്ടുള്ള സർഗലയം കോഴിക്കോട് ജില്ലയിലെ 25 മേഖലകളിൽ 600-ൽ-അധികം വരുന്ന SKSSFൻ്റെ യൂണിറ്റുകളിൽ സർഗലയത്തിൻ്റെ പ്രാഥമിക മത്സരങ്ങൾ പൂർത്തീകരിച്ച് മേഖലാ ഘടകങ്ങൾ കൊടുവള്ളിയിൽ നടക്കുന്ന ജില്ലാ സർഗലയത്തിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ പ്രത്യേകിച്ച് ഉള്ളിൻ്റെ ആളൽ എന്ന ഒരു ശീർഷകം SKSSFൻ്റെ സംസ്ഥാന സമിതി, സർഗലയം സമിതി ഈ വർഷത്തെ മത്സര പരിപാടികളുടെ ഒരു മോട്ടോയായി മുന്നിലേക്ക് വെക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായുള്ള അവൻ്റെ ഒരു സ്ട്രെങ്ത്ത്, അവൻ്റെ ഒരു ശക്തി, കഴിവ് വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത്, മനുഷ്യൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്ത്, വൈകാരികമായ ഇമോഷണൽ സ്ട്രെങ്ത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആത്മീയമായ മനുഷ്യൻ്റെ സ്ട്രെങ്ത്ത്, കഴിവ്, ഈ കഴിവുകളെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആളിക്കത്തി വരുന്നതാണ്. ഈ ആളലുകളെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വച്ചിട്ടുള്ള ഉള്ളിൻ്റെ ആളൽ എന്ന ഈ ഒരു ശീർഷകം പ്രത്യേകിച്ച് 25 മേഖലകളിൽ നിന്ന് കടന്നു വരുന്ന SKSSFൻ്റെ പുതിയ തലമുറയിലെ കരുത്തുറ്റ പ്രവർത്തകർ, യുവസമൂഹം, അവരുടെ കഴിവും അവരുടെ കലാപരമായ സാഹിത്യപരമായ കഴിവുകൾ അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റി സമൂഹത്തെ വരും കാലത്ത് മുന്നോട്ട് നയിക്കാനുള്ള കഴിവും ശേഷിയും നേടുന്നതിന് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ സർഗലയം തീർച്ചയായും വരും കാലത്ത് ഈ പ്രസ്ഥാനത്തെ, സുന്നത്ത് ജമാഅത്തിനെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ വരുന്ന തലമുറക്ക് കരുത്തേകുന്നതാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൊടുവള്ളിയിലേക്ക് SKSSFൻ്റെ കോഴിക്കോട് ജില്ലാ സർഗലയം കടന്നു വരുമ്പോൾ കൊടുവള്ളിയിലെ SKSSFൻ്റെ സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമായിരുന്നു. ആവേശത്തോടു കൂടിയാണ് കോഴിക്കോട് ജില്ലാ SKSSFൻ്റെ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദ് മുബശ്ശിർ ജമലുല്ലൈലി തങ്ങൾ അവർകൾ കൊടുവള്ളിയിലാണ് ഈ വർഷത്തെ സർഗലയമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മേഖല അതിനെ അത്രയും ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 1-2 മാസങ്ങളിലായി ഈ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള കഠിന പരിശ്രമം
SKSSFിൻ്റെ മേഖലയിലെ പ്രഗത്ഭരായ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ പ്രദേശത്തെ കാരണവന്മാരോടും SYSൻ്റെയും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെയും സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ഉപഘടകങ്ങളായ ജമഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അതുപോലെ KSBBയുടെയും ഒക്കെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഠിനമായ പരിശ്രമം നടത്തി ഇന്ന് ആ ഒരു പരിശ്രമത്തിൻ്റെ അനന്തര ഫലം നമ്മൾ അനുഭവിക്കുന്ന അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ഉദ്ഘാടന സദസ്സിനെ കൊടുവള്ളി മേഖല SKSSFിൻ്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ ഒരു സർഗലയം പരിപാടിക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്വാഗത സംഘം കമ്മിറ്റി കാണുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ അംഗങ്ങളും പ്രവർത്തകരും പ്രത്യേകിച്ച് കൊടുവള്ളി മേഖലയിലെ SKSSFിൻ്റെ കരുത്തുറ്റ പ്രവർത്തകരും ചേർന്ന് നടത്തി. അൽഹംദുലില്ലാ, ഇത് ഈ രൂപത്തിൽ നമ്മുടെ ഉദ്ഘാടന സദസ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കൊടുവള്ളിയുടെ സുവർണ നഗരിയിൽ കലാമാമാങ്കത്തിൻ്റെ അങ്കത്തട്ട് ഉയരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ജനറൽ വിഭാഗത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അതുപോലെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന നമ്മുടെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വ്യത്യസ്ത ശരിയത്ത് അറബിക് കോളേജുകളിൽ നിന്ന് അറബിക് കോളേജുകളിൽ നിന്ന് കടന്നു വരുന്ന നമ്മുടെ വരും കാലത്തെ ദഅ്വ രംഗത്തെ നമ്മുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുവള്ളിയിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വലിയ ആവേശം പകർന്നുകൊണ്ട് വലിയ പെർഫോമൻസുകൾ നമ്മുടെ സുഗന്ധ സാഗരം എന്ന ഈ വേദിയിൽ അവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ സർഗലയം സ്റ്റേറ്റ് സമിതിയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം യൂണിറ്റ് തലം മുതൽ യൂണിറ്റ് തലത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഈ സർഗലയം നടക്കാനുള്ള സർക്കുലർ നൽകപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ടും റബീഉൽ അവ്വലിൻ്റെ അവസാന പാതിയിലാണ് യൂണിറ്റ് തലത്തിലെ സർഗലയങ്ങൾ നടന്നതെന്നുള്ളത് കൊണ്ടും ഈ വർഷത്തെ യൂണിറ്റ് ശാഖ സർഗലയങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തീമെന്ന് പറയുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടത്തോടുള്ള മഹബ്ബത്തുമാണ്. അതിനുശേഷം പിന്നീട് മേഖലാ സർഗലയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, അത് ജമാഅത്തുൽ ഊലയിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ആണ്ട് മാസമായ ഈ മാസത്തിൽ മേഖലാ തലങ്ങളിൽ സർഗലയങ്ങൾ അരങ്ങേറിയപ്പോൾ ആ സർഗലയങ്ങളുടെ പ്രധാനപ്പെട്ട തീമായി നമ്മുടെ സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന മാരിഫത്തിൻ്റെ ആത്മീയ ജ്ഞാനങ്ങളുടെ ഉന്നത വിധാനങ്ങളിൽ വിരാജിച്ചിട്ടുള്ള മഹാനായ സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് ഈ ലോകത്തിന് നൽകിയ ആത്മീയതയുടെ സന്ദേശങ്ങളാണ്. അതിനുശേഷം മേഖലാ മത്സരങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ മത്സരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ നമ്മൾ മഹാനായ ഈ ജമാഅത്തുൽ ഉഖ്റയിൽ നമ്മൾ ഈ മത്സര പരിപാടികളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇത് മഹാനായ ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഈ ലോകത്തിന് നൽകിയിട്ടുള്ള തത്വചിന്തകളും ഫിലോസഫിയും അതുപോലെ മറ്റ് ചിന്തകളും അദ്ദേഹത്തെ മഹാനവർകളുടെ മാസ്റ്റർ പീസ് വർക്കായിട്ടുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കമുള്ള പ്രഗത്ഭമായ ഗ്രന്ഥങ്ങളുടെ ചിന്തകളും ആത്മീയമായ സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് നൽകുന്ന രൂപത്തിലുള്ള ഒരു തീം ആവിഷ്കരിച്ചുകൊണ്ടാണ് ജില്ലാ മത്സരങ്ങളുടെ സംവിധാനങ്ങൾ ഈ വർഷം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, സംസ്ഥാന സർഗലയ സമിതിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ കോഴിക്കോട് ജില്ലയുടെ സർഗലയ പരിപാടികൾക്ക് ഇന്നിവിടെ ഈ പരിശുദ്ധമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ദാറുൽ അസ്ഹറിൻ്റെ തിരുമുറ്റത്ത് ഇവിടെ തിരശ്ശീല ഉയരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ തിരിച്ചുകൂടിയിട്ടുള്ള ജില്ലാ SKSSFിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ, അതിനുമപ്പുറം SKSSFിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം, അതുപോലെ SYSൻ്റെ നേതാക്കൾ, മറ്റ് സമസ്തയുടെ ഉപഘടകങ്ങളുടെ നേതാക്കളും നമ്മുടെ ആദരണീയരായ കാരണവന്മാരും അടക്കം, പ്രത്യേകിച്ച് ദാറുൽ അസ്ഹറിൻ്റെ പ്രഗത്ഭരായ നേതാക്കളടക്കം
സന്നിഹിതരായ ഈ വേദിയിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നാളെ ഈ പരിപാടികളുടെ 2ാം ദിവസമായ നാളെ ഇൻഷാ അല്ലാഹ് വൈകിട്ട് അസ്ർ നിസ്കാരത്തിന് ശേഷം കൊടുവള്ളി സിറാജുൽ ഹുദയിൽ നിന്ന് ആരംഭിച്ച് ഈ ദാറുൽ അസ്ഹറിൻ്റെ ക്യാമ്പസിൽ അവസാനിക്കുന്ന ഒരു കലാജാഥ ഇൻഷാ അല്ലാഹ് നാളെ നടക്കാൻ പോവുകയാണ്. അതിനുശേഷം നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 6:30 നടക്കുന്ന കലാ സെമിനാറും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സർഗലയ പരിപാടികളുടെ ഭാഗമായി കൊടുവള്ളിയിൽ നമ്മുടെ ഈ വേദികളിൽ അരങ്ങേറുകയാണ്. അൽഹംദുലില്ലാഹ് ഏകദേശം 9ഓളം വേദികളിലായി 2000-ത്തിലധികം വരുന്ന കലാപ്രതിഭകൾ നമ്മുടെ കൊടുവള്ളിയിൽ നമ്മുടെ ഈ വേദികളിലൊക്കെ അവരുടെ കഴിവുകൾ നമ്മുടെ മുന്നിൽ അവർ മാറ്റുരക്കും. അല്ലാഹു ഭാവിയുടെ വാഗ്ദാനങ്ങളായി കടന്നു വരുന്ന നമ്മുടെ കലാപ്രതിഭകൾക്ക് ദീനിൻ്റെ നല്ല ദാഇമാരായി മാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് ആദരണീയരായ SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളവർകളാണ്. തങ്ങളവർകൾ ഉടനെ ഇവിടെ എത്തിച്ചേരും. തങ്ങളവർകളുടെ അഭാവത്തിൽ എല്ലാ ആദരവുകളോടെയും തങ്ങളവർകളെ ഈ പരിശുദ്ധമായ സർഗാലയത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു സദസ്സിൽ മുഖ്യാതിഥികളായി ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ സ്ഥലം MLA കൂടിയായ MK മുനീർ സാഹിബ്, അതുപോലെ PT റഹീം സാഹിബ് MLA, അതുപോലെ ഇരുവരും ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അവരെ വളരെ ആദരവോടുകൂടി ഈ സദസ്സിലേക്ക് അവരുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ മുഖ്യാതിഥികളായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് സാഹിബ്, അതുപോലെ നമ്മുടെ ഈ കൊടുവള്ളിയുടെ അഭിമാനം കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഫൈസൽ എളേറ്റിൽ സാഹിബ് അടക്കമുള്ളവർ ഇന്ന് നമ്മുടെ ഈ വേദിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. ഇരുവരെയും വളരെ ആദരപൂർവ്വം സർഗാലയത്തിൻ്റെ ഈ ഉദ്ഘാടന വേദിയിലേക്ക്, സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വേദിയിൽ പ്രഗത്ഭരായ നമ്മുടെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കട്ടി ഫൈസി ഉസ്താദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൽ ബാരി ബാഖവി, സുന്നി യുവജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി AT മുഹമ്മദ് മാസ്റ്റർ, അതുപോലെ ദാറുൽ അസ്ഹർ ഖുർആൻ അക്കാദമിയുടെ ജനറൽ സെക്രട്ടറി മജീദ് ദാരിമി ചളിക്കോട്, SKSSF കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനി അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് SKSSF ആദരണീയരായ ജില്ലാ നേതാക്കൾ സയ്യിദ് മിർബാത്ത് തങ്ങൾ, യമാനി, അതുപോലെ SKSSF മേഖല നേതാക്കളായ റാഷിദ് കളരാന്തിരി, ജലീൽ അശ്ശരി, ഹാരിസ് പറക്കുന്നടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് SIS അതുപോലെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും പ്രഗത്ഭരായ നേതാക്കൾ ബഷീർ ഹാജി, അതുപോലെ നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഫൈനാൻസ് കൺവീനർ നവാസ് ദാരിമി, SKSSF സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം നൂറുദ്ദീൻ ഫൈസി, അതുപോലെ ദാറുൽ അസ്ഹറിൻ്റെ മാനേജർ സിദ്ദീഖ് ഫൈദി, അതുപോലെ PT മുഹമ്മദ് ഖാദിയോട്, കരീം നിസാമി ഒക്കെ പ്രഗത്ഭരായ നേതാക്കൾ SIS SKSSF നേതാക്കൾ ഇവിടെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലൊക്കെ ഉപരി വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ സർഗലയ പരിപാടികൾ ഇവിടെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പല രൂപത്തിലുള്ള പരിപാടികളും മേഖല SKSSF സ്വാഗത സംഘവും കമ്മിറ്റിയും ചേർന്നുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചപ്പോൾ അതിന് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രവർത്തകരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ സദസ്സിൽ വെച്ച് ഓർക്കുകയാണ്. നമ്മളിവിടെ ഒരു ബിരിയാണി ചാലഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ അതിനുവേണ്ടി ആദരണീയരായ ഒമാനിലെ നമ്മുടെ പ്രവർത്തകൻ, മുൻ ജില്ലാ SKSSF ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന
പ്രസിഡന്റ് കൂടിയായിരുന്ന KNS മൗലവിയെ നമ്മൾ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ഒമാനിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് അവിടുത്തെ പ്രവർത്തകർക്കിടയിലും ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി അതിന് വലിയ രൂപത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള KNS മൗലവി ഇന്ന് അദ്ദേഹം ഇവിടെ എത്തുന്നത് നമുക്ക് അപ്രതീക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സദസ്സിൽ നമുക്കേറെ സന്തോഷകരമാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് എല്ലാറ്റിലും ഉപരി കോഴിക്കോട് ജില്ലാ SKSSFൻ്റെ ആദരണീയരായ നമ്മുടെ നേതാവ്, ആദരണീയരായ പ്രസിഡന്റ് സയ്യിദ് മുബശ്ശിർ തങ്ങൾ ജമലുല്ലൈലി തങ്ങൾ അവർകളാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. തങ്ങൾ അവർകളെ എല്ലാവിധ ആദരവുകളോടും കൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രഗത്ഭരായ SKSSFൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ നമ്മുടെ ദാറുൽ അസ്ഹറിൻ്റെ ആദരണീയരായ നേതാക്കൾ, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി സി മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, പ്രൊഫസർ EC അബൂബക്കർ സാർ അടക്കമുള്ള, അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ പരിപാടികൾക്കും അതിനുള്ള SKSSFൻ്റെയും സമസ്തയുടെയും എല്ലാ പരിപാടികൾക്കും നമ്മുടെ ഒരു കേന്ദ്രമായി ഇവിടെ കൊടുവള്ളിയിൽ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ ദാറുൽ അസ്ഹർ ഖുർആൻ അക്കാദമി എന്ന് പറയുന്ന ഈ സ്ഥാപനം, അത് SKSSFൻ്റെ പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ദാറുൽ അസ്ഹർ എന്ന് പറയുന്നത് നമ്മുടെ പല പരിപാടികളും ജന്മം കൊള്ളുന്നതും പല പരിപാടികളും മനോഹരമായി ആവിഷ്കരിക്കപ്പെടുന്നതും ഈ ഒരു സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്താണ് എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം നമ്മൾ അനുസ്മരിക്കുകയും അതിൻ്റെ പ്രഗത്ഭരായ നേതാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സയ്യിദ് മുബശ്ശിർ തങ്ങൾ അവർകളെ ഈ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്ത് ഇവിടെ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട പ്രവർത്തകർ, ദാറുൽ അസ്ഹറിലെ വിദ്യാർത്ഥികൾ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇന്ന് ഇവിടെ ഈ സദസ്സിന് അവസാന ഭാഗത്ത് നടക്കുന്ന ഇഷ്ക് മജ്ലിസ് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങൾ അവർകളെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർഗലയം 2024 ഉദ്ഘാടന വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി